ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യാറുള്ള വീഡിയോകളൊക്കെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇന്നും അതിനൊരു വെറൈറ്റിയാണ്. ഇന്ന് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു സ്പെഷ്യൽ ഓടിച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള റെസിപ്പികളൊന്നും ഞാൻ ഇതിൽ പറയണില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സന്തോഷം പങ്കുവെക്കുക എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണ എല്ലാവരും ചോറൊക്കെ അല്ലേ കഴിക്കാറ്. പക്ഷേ ഇന്നൊരു മാറ്റിപ്പിടുത്തമാണ് കേട്ടോ. ചേഞ്ച് ആഗ്രഹിക്കാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ ഞാനും ചെറിയൊരു ചേഞ്ച് ആഗ്രഹിച്ചു. അങ്ങനെ ഒന്ന് ചേഞ്ച് ആക്കി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം തന്നെ ഇഞ്ചി പറിക്കാൻ ഇറങ്ങിയങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഒരു കഷ്ണം ഇഞ്ചി വേണമായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് എപ്പോഴും പറിച്ചെടുക്കാറാണ് കേട്ടോ. ഒന്നായിട്ട് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നങ്ങാണ്ട് ഫ്രഷ് ആവില്ലല്ലോ. പിന്നെ ഇച്ചിരി പഴകിയതാവില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് വലിയ ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറിച്ചതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തു നിന്നും കൂടെ പറിച്ചു കിട്ടും. അപ്പോൾ അത് ചെറിയ കഷ്ണമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വലുതും കൂടെ എടുത്തത്. അങ്ങനെ ഇതിവിടെ പറിച്ചെടുത്ത ഇഞ്ചി ഞാൻ മണ്ണൊക്കെ കഴുകി കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അടുപ്പും തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ചാരം കിടപ്പുണ്ട്. അത് ഉമ്മച്ചി മുറുക്കി തുപ്പണ പാത്രത്തിൽ ചാരം ഒന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പോയതാണ്. പിന്നെ ഞാനത് തുടച്ച് നന്നാക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇനി അടുപ്പത്ത് തീ എത്തിക്കുമ്പോൾ വീണ്ടും അതേപോലെ ആകുമല്ലെന്ന് ഓർത്തുകൊണ്ട് പിന്നെ അങ്ങനെ ഇട്ടേക്കണെയാണ്. ഉച്ചക്കത്തെ ചോറിനലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു കൊതി തോന്നിയത്. പിന്നെ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ പിശുക്കൊന്നും കാണിച്ചില്ല. കുറേ നാളായി അൽഫാം കഴിച്ചിട്ട്. എന്നാൽ പിന്നെ ഇന്ന് 2 അൽഫാമും കൂടെ അടിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് 2 ലെഗ് പീസ് 4 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 തന്നെ ഞങ്ങൾക്ക് അധികമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഞാൻ എടുത്തുള്ളൂ. ബാക്കി ഞാൻ കറിക്കകത്തേക്ക് ചെറുതായിട്ട് പീസാക്കി എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുകി വെച്ച ചിക്കന് മുളകും മഞ്ഞളും ഉപ്പും കൂടെയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് മസാല പുരട്ടി വെച്ചു. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നട്ടേക്കണെയാണ് ഈ മല്ലിയില. മറ്റേ മല്ലിയിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി കുത്ത് മുന്നിലായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത്രയും തന്നെ കുത്തുണ്ടാവില്ല കേട്ടോ. മല്ലിയിലയുടെ കുത്ത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മല്ലിയില എടുത്തത്. അപ്പോൾ 3 തണ്ട് ഇട്ട് അത് 3 കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ കറിക്കകത്തേക്ക് ആവശ്യമുള്ളത് മാറ്റി വെച്ചു. ബാക്കിയുള്ളതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി ചൊല്ലിപ്പൊടി, അതേപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടു. അപ്പോൾ കൂടുതലായിട്ടും കുരുമുളക് പൊടിയാണ് ഇട്ടേക്കണത്. കളറിന് വേണ്ടി മാത്രം മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടോ. നാരങ്ങ നീരോ തൈരോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. വിനാഗിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടെ ഒഴിച്ചു കിട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തു. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടെ ചേർത്തൊന്ന് പേസ്റ്റാക്കി എടുത്ത് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അൽഫാം ഉണ്ടാക്കാനായിട്ട് മസാല റെഡിയാക്കി എടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മസാലയിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എല്ലാം നോക്കണം കേട്ടോ. ഇല്ലാത്തതൊക്കെ ചേർത്ത് കൊടുത്ത് കറക്റ്റ് ആക്കണം. നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് അടുപ്പ് തീ കത്തിച്ചെങ്ങാണ്ട് ചിക്കൻ വറുക്കാനായിട്ട് കറി വയ്ക്കാനുള്ള ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ കറി വയ്ക്കാറ്. അങ്ങനെ വെച്ചാലാണ് ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ ചിക്കൻ മേടിച്ചാലും കറി വയ്ക്കാനുള്ളതൊക്കെ വറുത്തിട്ടാണ് കറി വയ്ക്കാറ്. പിന്നെ ചിക്കനിലേക്ക് വേണ്ട സവാള, തക്കാളി അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സവാളയുടെയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വാപ്പിച്ച് ചിക്കൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വാപ്പിച്ചിക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട പുഴുങ്ങാൻ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തെങ്ങാണ്ട് അതൊന്ന് പുഴുങ്ങാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞ് സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയിലേക്ക് വേണ്ടത് വേറെയും വെച്ചു, ചിക്കനിലേക്ക് വേണ്ടത് വേറെയും വെച്ചു കേട്ടോ. മുട്ട ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ട വേവൽ കഴിഞ്ഞ് പിന്നെ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിപ്പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു. പിന്നെ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ വേണം പൊടി വാട്ടിയെടുക്കാനായിട്ട്. പിന്നെ ചിക്കൻ വറുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ചിക്കൻ അടുപ്പത്ത് കിടന്ന് വേവുകയാണ്. മുട്ട വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അരിപ്പൊടിക്ക് വെള്ളം വെച്ച് അത് തിളപ്പിച്ച് അത് വാട്ടിയെടുത്തു കേട്ടോ. പൊടി വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴക്കാനൊക്കെ സഹായിച്ചു തന്നു കേട്ടോ. പിന്നെ ചിക്കൻ വറക്കൽ കഴിഞ്ഞു. കറി വെക്കാനായിട്ട് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി വെക്കണൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഷൂട്ട് ചെയ്യണ ആ ഒരു സമയത്താകുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച സമയം പോരാതെ വരും. നമ്മൾ ഷൂട്ടുള്ള ദിവസം നമ്മൾ നേരത്തെ ചെയ്തു തുടങ്ങിയാലാണ് നമുക്ക് പറയണ സമയത്തിനുള്ളതിലെല്ലാം ആവുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓടിച്ചിട്ട് വീഡിയോ എടുത്തത്. പിന്നെ അതിലേക്ക് വേണ്ടിയ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. ചിക്കൻ കറിക്ക് പൊരിച്ചപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം എരിവൊക്കെ ചേർത്തല്ലേ പൊരിക്കണത്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇട്ടില്ല. കാശ്മീരി ചില്ലിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തുള്ളൂ കേട്ടോ. പിന്നെ മറ്റേ അടുപ്പത്ത് 3/4 മണിക്കൂറുകളൊക്കെ വച്ചു കേട്ടോ. ഞാൻ അൽഫാം ഉണ്ടാക്കുന്ന ചിക്കൻ മസാല തേച്ചിട്ട് അതിലേക്കൊന്ന് പിടിക്കാനെങ്കിലും സമയം കൊടുക്കണ്ടേ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ് ആയിട്ട് വച്ചുള്ളൂ.
ആ സമയത്ത് തന്നെ അടുപ്പത്ത് തീ കത്തിച്ചെങ്ങാണ്ട് ചിരട്ടയൊക്കെ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിരട്ടക്കനലൊക്കെ ആയി തുടങ്ങി. പിന്നെ അത് നമ്മുടെ ഗ്രില്ലൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ കറി റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ അതേ ഒരുവിധം പണികളൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് ഞാൻ ചിരട്ട അടുപ്പിലേക്ക് കത്തിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അത് മൊത്തം കത്തി തീർന്നപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ തീ കനൽ നമുക്ക് അധികം വേണം. 1 മണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ അവിടെ ഇരുന്ന് വേവണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു തീയും വേണം കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് തന്നെ കറി ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പത്തിരി ചുടാനായിട്ടുള്ള കല്ലടുപ്പത്തേക്ക് വെച്ചു. അതവിടെ ഇരുന്ന് ചൂടായി വന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പത്തിരി പെട്ടെന്ന് പരത്തി എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയൊക്കെ ഇക്കായാണ് ഇതിൻ്റെ ഇടയിൽ പിടിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് വീഡിയോ പിടിക്കാനും എല്ലാത്തിനും കൂടെ സമയം ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇക്കായുടെ സഹായത്തിന് വന്നേ. അങ്ങനെ ദേ ചിരട്ടയൊക്കെ കത്തി കനലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രില്ല് വെച്ച് കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഓയിൽ അടുപ്പിലേക്ക് ചാടുന്നോറും തീ ആളി കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ അൽഫാം ഒന്ന് വെച്ച് കൊടുക്കാം. അൽഫാമിൻ്റെ ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ. ചിരട്ടക്കനലായതുകൊണ്ട് തന്നെ ആയിരിക്കും അത്രയ്ക്ക് നല്ല ചൂടാണ്. അടുപ്പിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലൂലായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് ചാടിക്കിടക്കുന്ന മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്ന് ശരിക്കും തേച്ച് പിടിപ്പിച്ചു കേട്ടോ. പിന്നെ ഈ ചിക്കൻ ഗ്രില്ലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ പ്ലേറ്റിൽ വരുന്ന മസാല ഉണ്ടല്ലോ, അത് കളയണ്ട കേട്ടോ. അത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ആ ഒരു മസാല ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് അതിൽ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് മറിക്കുന്ന സമയത്ത് അതിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അൽഫാമൊക്കെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ പത്തിരി ചുടാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് കുറച്ച് നേരമായിട്ടോ ഞാൻ ചുട്ടുള്ളൂ. ബാക്കി ഉമ്മിച്ച് ചുട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കായും ചുട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് പത്തിരിയൊക്കെ ചുട്ടെടുത്തത്. ഞാൻ തുടക്കത്തിൽ ഒരു 5-8 മാത്രമായിട്ടോ ചുട്ടെടുത്തുള്ളൂ. അങ്ങനെ അതേ ഞാൻ പത്തിരി ഇവിടെ പരത്തിക്കൊണ്ടിരിക്കണു. ഉമ്മച്ചി പിള്ളേരുടെ അടുത്താണ്. ഉമ്മച്ചി പിള്ളേർ മക്കളെ നോക്കിക്കൊണ്ടിരിക്കണു. ഇക്ക അവിടെ പത്തിരി ചുടുന്ന ആൾ കേട്ടോ. ഇക്കായാണ് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു തവണ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ആ ഒരു സമയത്ത് തന്നെ നമ്മളെ കൂട്ടി വെച്ച മിക്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതേ പത്തിരിയൊക്കെ പരത്തൽ കഴിഞ്ഞ് മയോണൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം പിള്ളേർ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കൂടെ ഉമ്മച്ചി ഉണ്ടായിരുന്നു അവരെ നോക്കാനായിട്ട് കേട്ടോ. പിന്നെ അടുക്കളയിൽ നിന്നുള്ള മണം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ ഇരുന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടും കൂടി അടുപ്പും തറയിൽ കയറിയിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അൽഫാം ഇതൊരു 3-4 തവണയൊക്കെ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടിയപ്പോഴാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തത്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു മസാലയുടെ കൂട്ടുണ്ടല്ലോ അതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മയോണൈസൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ മയോണൈസൊക്കെ റെഡിയാക്കണ ഈ ഒരു സമയത്ത് തന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. പത്തിരി ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട്. മുട്ടക്കറിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞു. ഇനി അവസാനത്തെ ട്രിപ്പായിട്ട് അൽഫാമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അൽഫാം റെഡി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചിട്ട് ഇറക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ കൂട്ടി വെച്ച ഒരു മസാല തീർന്നു. ഇനി കുറച്ചും കൂടെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുവാണെങ്കിൽ നമ്മളെ ചിക്കനിൽ നമ്മൾ മസാലകളൊന്നും ഇറങ്ങി പോവില്ല കേട്ടോ. ഉള്ളിലേക്ക് നല്ല ഇറച്ചിയൊക്കെ മസാല ശരിക്കും പിടിച്ച ഒരു പരുവത്തിലായിരുന്നു കേട്ടോ ഇരുന്നത്. നമുക്ക് കാണാൻ പോലെ തന്നെയായിരുന്നു കഴിച്ചപ്പോഴും. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. ഇതിൻ്റെ ഇടയിൽ തന്നെ വാപ്പിച്ച് ചിക്കനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ച് വാപ്പിച്ചിക്ക് നേരത്തെ തന്നെ പത്തിരി മുട്ടക്കറിയും കൊണ്ടുപോയി കൊടുത്തു. വാപ്പിച്ച് കഴിച്ച് കിടന്നിട്ടാണ് കേട്ടോ. അപ്പോഴത്തേനുമാണ് ചിക്കനൊക്കെ റെഡി ആയത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആദ്യം പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു. അതിനും ശേഷമാണ് അൽഫാം കഴിച്ചത്. പിന്നെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞങ്ങാണ്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. മക്കളെ ഇതൊന്നും കഴിക്കില്ല. പിന്നെ ഒരു രസത്തിന് വേണ്ടി അരിഞ്ഞ് ചേർത്തേ ഉള്ളൂ. പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുത്ത ഒരു സമയത്ത് ഞാൻ തക്കാളിയും സവാളയൊക്കെ അതിനകത്ത് നിന്ന് മാറ്റി അൽഫാമും മയോണൈസും മാത്രമായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ. പിന്നെ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.